ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് യുജിനിയ ചെടിയില്ലേ, ഇന്ന് രാവിലെ നോക്കിയപ്പം ഫുള്ളായിട്ട് തിളർത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്നേ. ഇതിൻ്റെ 2 വെറൈറ്റിയാണ് നമുക്കുള്ളത് കേട്ടോ. ഒന്ന് ഈ ഗ്രീനും പിന്നെ ഒന്നൊരു യെല്ലോ ഷെയ്ഡുമാണ് നമുക്കുള്ളത്. കൂടുതൽ ചെടിയൊന്നും നമ്മുടെ വീട്ടിലില്ല. ഇതാണ് അതിൻ്റെ ഒരു വെറൈറ്റി. പിന്നെ അരിയിലയും പിന്നെ കുറച്ച് പാമുമാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇനി പുതിയ പോട്ടിലോട്ടൊന്ന് മാറ്റി റീപോട്ട് ചെയ്യണം. ഇത് ഒരു ചെറിയൊരു പാമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ കൂടുതൽ ഫുഡൊന്നും ആക്കിയില്ല. കാര്യം ലഞ്ച് മാത്രം മതിയായിരുന്നു മക്കൾക്ക്. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ചേച്ചി കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ അവരുടെ ലഞ്ചാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. കുറച്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, അങ്ങനെ അതെടുത്ത് ഫ്രൈ ആക്കി കുറച്ച് നെയ്ച്ചോറും കൂടെ ആക്കി ഞാൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി കൊടുത്തു വിട്ടതാണ്. കുറച്ച് ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് കൊടുത്തു വിട്ടത്. വൈറ്റ് ഇടിയപ്പം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെമ്പ അരിയും കൂടെ ചേർത്തിട്ടാണ് ഇടിയപ്പം മാവൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ കറിയും ഇടിയപ്പമാണ് ഇന്ന് അവർക്ക് കൊടുത്തു വിട്ടത്. അതുകൊണ്ട് രാവിലത്തെ കുറച്ച് പണി നമ്മൾ രക്ഷപ്പെട്ട്. ഇതുപോലെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരാനും ഉണ്ടാക്കി തരാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സന്തോഷമാണല്ലേ. അതുപോലെ എനിക്കും ഉണ്ട് 2 സഹോദരങ്ങളും ഒരു ഉമ്മായും ഉണ്ട്. അതിലൊരു സഹോദരി ഇവിടെ ഇല്ല കേട്ടോ. അത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടൂ. ഒരാൾ എപ്പോഴും എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അൽഹംദുലില്ലാ. അതുപോലെ മക്കളുടെ ലഞ്ചെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരാളിനാണെങ്കിൽ നല്ല കനത്ത ചിക്കൻ പീസ് വേണം, ഒരാളിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇത് പ്ലെയിൻ തൈരും അത് നമ്മുടെ കുക്കുംബർ എല്ലാം മറന്നു പോകും. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചാൽ വലിയൊരു പടിയാണ്. കാര്യം എന്ന് വെച്ചാൽ എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. മൂത്ത ആളിന് സാലഡ് എന്തെങ്കിലും വെജിറ്റബിൾ ഇട്ട സാലഡ് ഇഷ്ടമാണ്. പക്ഷെ ഇളയാളിന് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. പപ്പടവും എല്ലാം ഒന്ന് കെട്ടി ചെറിയൊരു കവറിനകത്തൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാം കഴിച്ചിട്ടെന്ന് വന്ന് റിപ്ലൈ ഒക്കെ പറഞ്ഞായിരുന്നേ. ഇത് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ ഇളയാൾ കഴിച്ചോളേ. മൂത്താളിന് ഇതിനേക്കാളും ബെസ്റ്റാണ്. ഇളയാൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചെടുത്താൽ തനിയെ കഴിക്കെങ്കിലും ചെയ്യും. പക്ഷേ മൂത്താളാണെങ്കിൽ നമ്മളിങ്ങനെ ഉരുട്ടി സ്വന്തം കൊണ്ട് നടന്ന് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കണം. എല്ലായിടത്തെയും മക്കൾ അങ്ങനെ ആയിരിക്കും അല്ലേ. പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാര്യം നോക്കണമല്ലോ. കുറച്ച് മുസ്ലി എടുത്ത് ഞാനും ഒന്ന് കഴിച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായി ഹാപ്പി ആയിട്ടിരുന്ന അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.